ഞാൻ പറയാൻ വന്നതേ, ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ. ആ വീഡിയോയിൽ ഒരു ക്ഷേത്രത്തിൽ ഭണ്ഡാരം തുറന്ന് അതിനകത്തുള്ള ക്യാഷുകൾ എണ്ണിയപ്പോൾ 17 കോടിക്ക് പുറത്ത് ക്യാഷ് എണ്ണി തീർത്തു അവർ. എന്നാലോചിച്ച് നോക്കിയേ, ഈ പോകുന്ന ഭക്തരെല്ലാം ഇടുന്ന പൈസയാണ്. 500 ഇടാം, 1000 ഇടാം, ചിലപ്പോൾ 2000 ഇടാം, ചിലപ്പോൾ 100 ഇടാം, 1 രൂപയും ഇടാം, 2 രൂപയും ഇടാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ദൈവം കാശ് ചോദിക്കുന്നുണ്ടോ? ഇല്ല, ദൈവം ഒരിക്കലും കാശ് ചോദിക്കുന്നില്ല. ദൈവം ആരാണ്? അത് ആർക്കും അറിയാം. നിങ്ങൾക്കറിയാമോ? എനിക്കറിയാമോ? ഇല്ല. ഓരോരുത്തർ വിശ്വസിക്കുന്നു. ഒരാൾ ചിലപ്പം ശിവനെ പറയും, ഒരാൾ പാർവതിയെ പറയും, ഒരാൾ കൃഷ്ണനെ പറയും. ഓരോരുത്തരുടെ വിശ്വാസം. ഒരാൾ യേശുവിനെ പറയും, അല്ലേ? ഒരാൾ അള്ളാഹുവിനെ പറയും. അത് ഓരോരുത്തരുടെ വിശ്വാസം. അവരുടെ വിശ്വാസം അവരവരെ രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ദൈവവും ഒരിടവും കാശ് ചോദിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പൊതുവെ എന്ന് പറഞ്ഞാൽ പട്ട്, തിരി, എണ്ണ, പൈസ, ഇതൊക്കെ പുറമെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കും. ആകെ ഈ പട്ട്, തിരി, ഇതൊക്കെയും ഒരു ദൈവത്തിന് ഒരു ദിവസം ഒരളവുണ്ടല്ലോ ഇടുന്നതിൽ. ഒരു ദിവസം തന്നെ ഒരു 150 പേര് വന്ന ഈ 150 പട്ടും 150 എണ്ണയും തിരിയും ഒക്കെ ദൈവത്തിന് ഇടുമോ? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരിക്കലുമില്ല. ഒരളവുണ്ട്. ഒരു ഹാരം ഇട്ടാൽ പോലും ദൈവത്തിൻ്റെ ശരീരത്തിൽ കൊള്ളുന്നതനുസരിച്ചല്ലേ ഇടാൻ പറ്റും. ഒരു 50 ഹാരം വന്ന 50 ഹാരം ഇടാൻ പറ്റില്ല. ഹാരം എന്നൊക്കെ പറഞ്ഞാൽ വേസ്റ്റായിപ്പോവും. ഇന്ന് ഉപയോഗിച്ചില്ല, നാളെ അത് കേടായിപ്പോവും. പൂക്കളാണ്, പ്ലാസ്റ്റിക് പൂക്കളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ മറ്റുള്ള സാധനങ്ങളൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഗോഡൗണിൽ കയറി നോക്കിയാൽ അവിടെ സ്റ്റോക്കാണ്. ഈ ഗോഡൗണിൽ നിന്ന് എടുത്താണ് തൊട്ടപ്പുറത്തെ കടയിൽ വെച്ചിരിക്കുന്നത് വിൽക്കാനായിട്ട്. അവിടെ നിന്നാണ് ഈ ഭക്തർ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്ന നടയ്ക്ക് കൊടുക്കുമ്പോൾ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി വീണ്ടും ഗോഡൗണിൽ പോവുകയാണ്. ഗോഡൗണിൽ നിന്ന് നേരെ അവിടെ പോവും. അവിടെ നിന്ന് കാശ് കൊടുത്ത് വേണ്ട ഇവിടെ. ഇതൊക്കും പുറമെ ഭണ്ഡാരത്തിൽ കാശിടുന്നത്. ദൈവം ഒന്നും ചോദിക്കുന്നില്ല. ദൈവം പറയുന്നത് ഇല്ലാത്തവനെ സഹായിക്കാനാണ് പറയുന്നത്. ഇല്ലാത്തവൻ. ഇപ്പോഴും ഒത്തിരി ആൾക്കാർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഓരോ രോഗത്താലും കഷ്ടപ്പെട്ടിട്ട് സർജറി ചെയ്യാൻ കാശില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഈ ഭണ്ഡാരത്തിൽ കൊണ്ട് നിറയ്ക്കുന്ന പൈസ ഉണ്ടല്ലോ, ആ വഴിയോരത്തിരിക്കുന്ന പാവങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡ് വാങ്ങിക്കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു വസ്ത്രം, ഒരു നേരത്തെ ഫുഡ്, അല്ലെങ്കിൽ ഒന്ന് പുതച്ചിരിക്കാൻ ഒരു ബെഡ്ഷീറ്റ്, എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ അതവർക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. അവർ മുകളിലേക്ക് നോക്കി ദൈവത്തിനോട് പ്രാർത്ഥിക്കും, അവർക്ക് നല്ലത് വരുത്തണേ. അത് മതി നമുക്ക്. നമ്മൾ ഈ ഇങ്ങനെ വരിയായിട്ട് തൊഴാൻ നിൽക്കുമല്ലോ, ക്ഷേത്രത്തിലോ പള്ളിയിലോ എവിടെയോ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പോകുമല്ലോ. അവിടെ നമ്മൾ നിൽക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നു, എൻ്റെ ഫ്രണ്ടിൽ വേറൊരാൾ നിൽക്കുന്നു, എൻ്റെ ബാക്കിൽ വേറൊരാൾ നിൽക്കുന്നു. അപ്പം ഞാൻ നിൽക്കുന്ന കണ്ടിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി 500 രൂപ ഇടും. എൻ്റെ കയ്യിൽ 1 രൂപ ഉള്ളായിരിക്കും, പക്ഷെ അവർ ആഡംബരം കാണിക്കാൻ 500. ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ആഡംബരം, നമ്മുടെ പവർ കാണിക്കാൻ വേണ്ടി, സെറ്റപ്പ് കാണിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ചില ആൾക്കാരും ഉണ്ട്. എനിക്ക് പറയാനുള്ള ഇതൊന്നുമല്ല. നമ്മൾ മരിക്കുമ്പോൾ 6 അടി മണ്ണിലാണ് പോണത്. ആ 6 അടി മണ്ണ് നമുക്ക് സ്വന്തം. എഴുതി തന്നിട്ടുണ്ട്. അല്ലാതെ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, അല്ലേ? എന്നിട്ട് എന്തിനായി അഹങ്കാരം? ഈ ഭണ്ഡാരങ്ങളിൽ എന്തിനിങ്ങനെ നിറയ്ക്കുന്നു? ഞാനൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ മുമ്പൊരിക്കൽ പോയപ്പോൾ കണ്ടിട്ടുള്ളതാണ്, വർഷങ്ങൾക്ക് മുമ്പ്. ആ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങളെ കാണാനുള്ളൂ. എവിടെ തിരിഞ്ഞാലും കുഞ്ഞു ബിംബങ്ങളാണ്, പ്രതിമകൾ, കുഞ്ഞു എന്താ അതിന് പറയണ, രൂപങ്ങൾ പണിഞ്ഞ്, ശില്പങ്ങൾ, അല്ലേ? കൊത്തിവെച്ചിരിക്കുകയാണ്. ആ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളുടെ ഫ്രണ്ടിലെല്ലാം ഉരുളികൾ, വലിയ പെട്ടി പോലത്തെ ഭണ്ഡാരപ്പെട്ടികൾ. ഇതിനകത്തൊക്കെ ആൾക്കാർ കാശിട്ട് പോവുകയാണ്. ചിലവർക്ക് പേടിയാണ്, അയ്യോ ഇതിലിട്ടില്ല, അതിലിട്ടില്ലേ പരാതിപ്പെടൂ, അതിലിട്ടില്ലെങ്കിൽ അവിടുത്തെ ദൈവം കോപിക്കുമോ, ദേഷ്യപ്പെടുമോ? ദൈവം ഒരിക്കലും ദേഷ്യപ്പെടില്ല. ദൈവം പറയുന്നത് ഇല്ലാത്തവനെ സഹായിക്കാനാണ് പറയുന്നത്. അതാരും ചെയ്യുന്നില്ല. ചെയ്യുന്നത് മൊത്തം ഇങ്ങനെ കുറേ വിവരമില്ലായ്മയാണ്. ഇത് വിവരമില്ലായ്മ എന്ന് തന്നെയാണ് പറയേണ്ടത്. നമുക്ക് ചെയ്യാം. ഒരു തിരി
ഒരു പട്ട് അല്ലെ ഒരു ഹാരം, ജസ്റ്റ് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ. നമ്മളിപ്പോൾ കാവിൽ പോയിട്ട് നമ്മൾ നേർച്ച ഇടുകയാണ്, മഞ്ഞപ്പൊടിയും തിരിയും എണ്ണയും മേടിച്ചു കൊടുക്കുക, ഓക്കെ, നേർച്ചയിട്ട് നമ്മളത് ചെയ്യണം. അല്ലാതെ നിങ്ങൾ നേരേണ്ടത് എന്താണെന്നറിയാം, ഇതൊന്നും അല്ല നേരേണ്ടത്. ഞാൻ 10 പട്ടിണി പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ദൈവമേ എൻ്റെ കാര്യം സാധിച്ചു തരണം, ഇതാണ് നമ്മൾ പറയേണ്ടത്. ഇതാണ് ദൈവത്തിന് ഇഷ്ടം. ഒരു 10 പേർക്ക് വീട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാം, എൻ്റെ കാര്യം സാധിച്ചു തരണം, ഇതാണ് പറയേണ്ടത്. അല്ലാതെ ദൈവത്തിന് കൊണ്ടുവന്ന് ഞാൻ പട്ടും പൂവും തരാം, അല്ലെങ്കിൽ 1 കോടി രൂപ ഞാൻ പണ്ടാരപ്പെട്ടിയിലിട്ടേക്കാം. പണ്ടാരപ്പെട്ടിയിലിട്ടിട്ട് എന്തിനാ? അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ വീതിച്ചെടുക്കും. അല്ലാതെ കുഴിച്ചിടൂ. ഒരു ക്ഷേത്രം പണിഞ്ഞാലോ ഒരു പള്ളി പണിഞ്ഞാലോ ഒരു മിനിമം റേറ്റ് ആവും. അത് ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ക്ഷേത്രം പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന പണ്ടാരത്തിൽ വരുന്ന കാശ് എന്ത് ചെയ്യും ഇവർ? കോടികൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വരും. എല്ലായിടത്തും ഇല്ല, കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ട്, ഒന്നും കിട്ടാത്തിടവും ഉണ്ട്. കിട്ടുന്നിടത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അവരെന്ത് ചെയ്യും? എല്ലാവരും പങ്കിട്ടെടുക്കും. അല്ലാതെ അവരെന്ത് കുഴി കുഴിക്കാത്തിടുമോ? അങ്ങനെ ഒന്നും ആരും ചെയ്യില്ല. കാശല്ലേ, കാശ് കാണുമ്പോൾ കണ്ണിന് മഞ്ഞളിൽ പോലും. അതെന്ത് ചെയ്യണമെന്ന് പറയുന്നത് അത്ര വെപ്രാളമാവും, പിന്നെ വാരി എടുക്കാനുള്ള ആക്രാന്തമായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെയെങ്കിലും പ്രാർത്ഥന ആലയങ്ങളിൽ പോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്തെങ്കിലും നിങ്ങൾക്കൊരു നേർച്ചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട ഒരേ ഒരു കാര്യം, 10 പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കാം, അല്ലെ 10 പേർക്ക് ഞാൻ വസ്ത്രം മേടിച്ചു കൊടുക്കാം, അല്ലെ 10 പേർക്ക് ഞാൻ വീട് വെച്ച് കൊടുക്കാം, എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം, ഇതാണ് പറയേണ്ടത്. ഇത് പറയുമ്പോൾ 10 പാവങ്ങൾക്ക് അന്നദാനം കിട്ടുകയാണ്, മനസ്സിലായില്ലേ? അതെത്ര വലിയ പുണ്യമാണെന്നറിയാമോ? അതുകൊണ്ട് നിങ്ങൾ ദയവായി ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കോടികൾ ഇനി അവരെന്ത് ചെയ്യും? ചാക്കിൽ കെട്ടി വെച്ചിട്ടൊന്നും തികയുന്നില്ല, ചാക്കുകൾ തികയുന്നില്ല കെട്ടാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനത് പണം വാരി എടുക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടത് കണ്ണ് മഞ്ഞളിച്ചിട്ട് പറയുകയാണ്, ഈ കാശ് അവരെന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ കാശ് ആർക്ക് കൊടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. വെറുതെ അത് വല്ലവരുടെയും ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടിട്ട് നിറയ്ക്കാതെ ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് ഒരു നേരത്തെ അന്നദാനം കൊടുത്ത് അവരുടെ വിശപ്പെടണം. അവർ സന്തോഷമായി അന്ന് ഉറങ്ങും, സ്വസ്ഥതയിൽ.